സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുക, കുഴപ്പമൊന്നുമില്ല. ഞാൻ എണ്ണയിലോട്ട് പറയത്തില്ലത് ചോദിക്കുമായിരുന്നു. പറഞ്ഞു നമ്മൾ മറ്റേ പാട്ടില്ലേ, പാട്ട് വേറെ ഇടുന്നു കട്ട് ചെയ്തായിടുന്നത്, കട്ട് ചെയ്തായിടുന്നത്. നമ്മൾ സംസാരിക്കുന്നതൊന്നും വരത്തില്ല. നമുക്ക് സവാള ഇടാം. അത് നിർത്ത്, കട്ട് ചെയ്യുന്നു. അതെ, ഞങ്ങളുടെ ഇത് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വരും. അതാ ഫോണിന്റെ കുഴപ്പമായി, ഫോൺ കൊള്ളത്തില്ല. ഇത് എനിക്കത് മനസ്സിലായില്ലെന്നും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. അന്നേരം ഉണ്ടല്ലോ ഫോൺ ഹാങ് ആകുന്നുണ്ട്. ഈ നമ്മുടെ സ്റ്റോറേജ് ഇതിനകത്തില്ല സംഭവം, മനസ്സിലായോ? സ്റ്റോറേജ് ഇല്ലാത്ത കാരണം അങ്ങനെ വലിയൊരു പ്രശ്നമാണ്. സീക്രട്ട് സാധനം ഇടാൻ പോണ്. നമ്മുടെ വീട്ടിലെ കാന്താരി സ്വന്തമായി കൃഷി ചെയ്ത് സ്വന്തം വീട്ടിൽ നിന്ന് ആകപ്പാടുള്ള കാന്താരി രണ്ടെണ്ണം ഇതാണുള്ളത്. രണ്ടെണ്ണം അതും അച്ചാച്ചന്റെ ബർത്ത്ഡേക്കായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നത്. ഇതിൽ കൂടുതൽ അച്ചാച്ചൻ എന്ത് വേണം, കൂടുതൽ എന്ത് വേണം. വേപ്പല ഇനി ഇതിനകത്തില്ല. വേപ്പല നമുക്ക് തോട്ടത്തിൽ പോയി പറിക്കണം. തൽക്കാലം ഇപ്പൊ വേപ്പല ഇല്ല. ഇല്ല, നിർത്തണ്ടല്ല. പെട്ടെന്ന് നമുക്ക് വാടി കിട്ടണമെങ്കിൽ ഇത് സീക്രട്ടായ കാര്യമാണത്, ആർക്കും അറിയാൻ വഴിയില്ല. ഇത് ജസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഇത് പറയുവാണ്. ഉപ്പിട്ട് വെച്ചാൽ പെട്ടെന്ന് പാടും, വലിയ പാചകക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിന് കട്ട് ചെയ്തു. നോക്കണം നമ്മുടെ കാന്താരിയൊക്കെ ഒന്നും പറിച്ചേക്കാം, വരച്ചെടുത്തേക്കണം. എന്നിട്ട് അടുത്തുള്ള തോട്ടത്തിലോട്ട് പോകണം. മുളക് കണ്ടോളൂ, എല്ലാരും കണ്ടോളൂ. ഇതാണ് അടുത്തുള്ളത്. ചോദിക്കലും ഇല്ല, പറച്ചിലും ഇല്ല. എടുത്തു മുഴുവണ്ട. നല്ല മണ്ണമുള്ള ഇല, ഫ്രീ ആയിട്ട് പലതും കിട്ടും. നമുക്ക് ഫ്രീ ഒന്നും വേണ്ട, നമുക്ക് അങ്ങനത്തെ ഫ്രീ ഒന്നും വേണ്ട. നമുക്ക് ചീത്ത കേൾക്കാതെ എങ്ങനെ പോകാം. ഓ വാവ്, നല്ല മണം പറ്റും. നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് അറിയത്തില്ല, നല്ല മണം വരും. നല്ലപോലെ അടിക്കുന്നുണ്ട്. ഒന്നും വിട്ടില്ല, ഇനിയിപ്പോൾ നമുക്ക് പല തുടങ്ങി. നമുക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണെങ്കിലും ആർക്കും എത്ര വിദഗ്ധർ വെക്കുമ്പോഴും. ഇതാണ് ആ പാചക റാണി, ഇവിടുത്തെ പാചകറാണി ചായയാണ് കേട്ടോ, കാര്യം തെറ്റിദ്ധരിക്കരുത്. രാവിലെ ഒരു ചായ പോലും എനിക്ക് തന്നില്ല ഇവിടെ ഉള്ളവർ. ഇനി നമുക്ക് വെള്ളച്ചാറ് വെക്കണം, മുളകച്ചാർ ഇടണം, ഇതൊക്കെ ചെയ്യണം. ഗൈസ് വെരി ബിസി. ഒക്കെ ചെയ്തിട്ട് എപ്പോ ഇരിക്കും? തക്കാളി ഇല്ലേ? ഉണ്ട്. തക്കാളി കാണിക്കാം. തക്കാളി ആണ് നമ്മുടെ ചിക്കൻ. ഓഹോ, ചിക്കൻ. ഇതിന്റെ പേര് ചിക്കൻ. ഒരുപാട് തടസ്സങ്ങളുണ്ട്, ചുമ. ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല. നമ്മുടെ ആ പിടി കണ്ടില്ലല്ലോ, ഇതല്ല സംഭവം. ഇത് അമ്മച്ചി എടുത്ത് വെച്ച പിടിയായത്. ഇവിടെ ഈ പിടിയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്.
തേങ്ങാപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതൊരു കട്ടിയില്ല. നമ്മൾ വേളാങ്കണ്ണി പോയപ്പോൾ മേടിച്ചത്. അതാ ആ കനമുള്ള കണ്ടതല്ലേ? ആ കാണുന്നുണ്ടോ? ഓപ്പറേഷൻ ചെയ്യുമ്പോ രണ്ടുപേര് ഒരു കൈ കൊണ്ട് നോക്കിയിട്ട് എനിക്ക് പറ്റത്തൊന്നും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് എല്ലാരും ഇല്ലേ പറ്റിക്കണ്ടേ? പിന്നെ ഒരപ്പം 5 അപ്പം. എത്ര അപ്പം ചേച്ചി? 5 അപ്പം. എത്ര അപ്പം ചേച്ചി? 5 അപ്പം 2 മീൻ. 2 പേരും 2 മീൻ. 10,000 പേരല്ലേ? പേര് 5 അപ്പവും 2 മീനും. 5000 പേർക്ക്. എന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കി. എനിക്ക് രണ്ടാമത് ചോദിച്ചു കഴിയുമ്പോൾ കൺഫ്യൂഷൻ കൂട്ടി. ഇതുപോലെ നമ്മൾ ഇറച്ചി കൊണ്ട് 1 2 3 ഇവിടെ തന്നെ 7 പേരുണ്ട്. 7 8 9 10 11 12 പേർക്ക് നമ്മൾ തീർന്നു. അതിന് മൂടി വെക്കാനാ. ചേച്ചി അവിടെ ഇരിക്കുന്നു. ക്ലോസ്. മുഖം ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് അലപ്പുറ സ്വഭാവം. പുറത്തോട്ടിറങ്ങിയ പാവപ്പെട്ട ഒന്നിനുമില്ലാത്ത ഒരു പാവം കൊച്ച്. ഇത്രയും നല്ലൊരു കൊച്ചിനെ വേണേ നിങ്ങൾക്ക് ഇപ്പൊ കാണാം. സ്വഭാവം കാണണമെങ്കിൽ അടുക്കളയിൽ വരണം. അതാണ് സവാള ഗിരി ഗിരി ഗിരി. അമ്മ ഇത് എന്നാ വേണം? എന്താ എന്ത് വെച്ചാലും തിന്നണതേ ഉള്ളു അല്ലേ? അമ്മച്ചി എങ്ങനെയാണെന്നറിയാവാ? നല്ലത് വെച്ചാലും പറഞ്ഞു മോളെ ഞാൻ ഇച്ചിരി ഉണക്കമീൻ കറിയുണ്ട്, ഉണക്കമീൻ പറഞ്ഞു നിന്നോടാൻ കൊച്ചു. ഈ കിടക്ക് ഒന്ന് ചെയ്യാൻ മറന്നു പോകും. തക്കാളിക്കറി ആർക്കും അറിയാത്ത അല്ലേ? ആർക്കും അറിയാത്ത ഒരു ഡിഷാണ്. ആർക്കും അറിയാത്ത ഡിഷാണ് തക്കാളിക്കറി. എല്ലാരും പഠിച്ചോണം. ഇങ്ങനെ പറഞ്ഞു അവിടെ ഇതിനാ എന്താ ഗ്യാസ് കൊള്ളത്തില് ഈ ചരിവ് കണ്ട ഇരിക്കുന്നതിനൊരു മിസ്റ്റേക്ക് കണ്ട. ആ സാധനം കറി ഏത് പരുവത്തിലായിരുന്നു? തിളച്ച് ആവി ഇങ്ങനെ പറന്ന് നിൽക്കുന്നു. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ പറക്കാതെ നമ്മൾ സൂക്ഷിക്കുക. നോക്കട്ടെ, ഞാൻ തന്നെ നേരത്തെ പോയി പൊട്ടുമ്പോ ഞാൻ ഓടും കേട്ടാ. എന്താ ചേച്ചി, ഞാനേ നമ്മുടെ ചേച്ചിയുടെ
ഉള്ളി മേടിച്ചില്ല. ദേണ്ട് ഒരു ഉള്ളി. ആ ചേച്ചി ആ തന്നിട്ടാ പാവം. ഈ ചേച്ചി എന്ന് പറയുന്ന ആരാന്നറിയാവോ? എന്റെ അമ്മച്ചിനെയാണ് ഞാൻ ചേച്ചി. അതൊക്കെ എന്താ പറയാ, ഇവിടുത്തെ എൻ്റെ കെട്ടിയോൻ്റെ എൻ്റെ അല്ല കെട്ടിയോൻ്റെ അമ്മേനെയാണ് ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ തമ്മിൽ അങ്ങനെ പ്രായ വ്യത്യാസമൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല. ക്ഷമാശീലന വിഘ്നേശ്വരി നമ്മുടെ റേഡിയോ വെച്ചില്ല, ചേച്ചി ഉണ്ടായിരുന്നു. റേഡിയോയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ റേഡിയോ ഒക്കെ വെച്ച് ഞാൻ ഇവിടെ തുള്ളി നമ്മൾ ഒറ്റക്ക് കേൾക്കും. ഞാൻ റേഡിയോ അല്ലേ, റേഡിയോ ചിലപ്പോൾ എനിക്ക് TV കാണണം, ഞാൻ ഇത് പാചകവും നടക്കും, അതും നോക്കും. ഞെട്ടിക്കല്ലേ, അതെവിടെ പോയിരിക്കും വരുന്നു കൊച്ച്? വിളിക്കാൻ പോയി. ആ ഓ വാ വാ, സെറ്റായില്ലേ? ഇപ്പൊ സെറ്റായി. ഹായ് 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 ഹായ്. കുക്കിംഗ് ആൻഡ് വീഡിയോ. അല്ല ഇത് പൊളിയായിരുന്നത്. ആ എല്ലാം കണക്കാണല്ലേ, അവിടെയും ഭയങ്കര ഇഷ്ടമാണ് വഴക്കിടുന്നത്, ഈ പറയുന്നത്. ആ ഇത് തന്നെ ഒക്കെ നോല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട്. എടാ നിനക്ക് നാളെ വരുമല്ലോ ഒന്നാണ് എനിക്ക് പേടിയ. പിന്നെ ഒരു പ്രാവശ്യം കാണാനായിട്ട് നമുക്ക് സാറ് ഇല്ലായിരുന്നു. മറ്റേ ബെഞ്ച് സാറ് അന്ന് സാറില്ലാത്ത സാറിന്റെ ഭാഗ്യം. ആ പുള്ളി എടുത്ത് പറഞ്ഞത് ബെഞ്ച് സാറിനെ പഠിപ്പിച്ചതാണല്ല. HM. ആ അതാണ് തിരിച്ചതന്നെ അറിയാം HMന്. അത് പിന്നെ എഴുതിപ്പിച്ചത് ഞാൻ പറഞ്ഞ പിന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ നേർച്ചയിട്ട് വന്നപ്പോ നേർച്ചയില്ലെന്ന് പറയണ്ട. എന്തോരം ബോധമുള്ള സാറായിരിക്കും പിള്ളേരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ റെഡിയായി സംഭവം. നല്ലൊരു മണമല്ല. കൈതച്ചക്കയുടെ മണം. ആ ഞാൻ എനിക്കും അടിച്ച് എന്നിട്ട് ഈ ബിരിയാണിക്കുള്ള മണം പോരാ. എവിടെയാണ് ഇവിടെ എല്ലായിരിക്കും അല്ലേ അല്ലേ? എന്ത് കാണുമല്ലോ, ഇത്ര സമയമായില്ലേ? നിർത്താറായല്ലേ? കുഴപ്പമില്ല. ആ കഷ്ണമൊന്നും ഇങ്ങനെയൊന്ന് തെളിച്ച് വെച്ച് നോക്കിക്കാം, നമുക്ക് നോക്കിയാൽ എന്താണ് നല്ലപോലെ വേകണമെങ്കിൽ ഇച്ചിരി വേഗണം തോന്നുന്നു. ആ ചെറിയ തീയിലിരിക്കട്ടെ. അവിടെ ആശാൻ അച്ചാറുണ്ടാക്കും. ഒരു പ്രായമുള്ള ചേട്ടൻ മരിച്ച്, ഒരു പോലീസുകാരൻ്റെ വീടുള്ള അറിയാമോ അവിടെ ഈ അംഗനവാടിയുടെ അവിടെ? വീടിന്റെ അപ്പുറത്ത് മഞ്ഞച്ചാറും ചുമലച്ചാറും ഒക്കെ ഇടുന്നത് പണ്ട്. ആ അവിടെ ക്ലാസ്സിലൊക്കെ ചെന്ന് മേടിക്കും കാശിന്. അതെനിക്കറിയത്തില്ല. ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുമ്പോ പണ്ടൊക്കെ പറയുന്നത് ആശാന്റെ അച്ചാറാണെന്ന്. മഞ്ഞ കളറ് ചുമല കളറ് നല്ല ടേസ്റ്റ് അല്ലായിരുന്നു. അല്ല അതാ ഞാൻ പറയാം, ആശാന്റെ അച്ചാറെന്നാണ് പറയുന്നത്. അത് മാങ്ങ ഇടുന്നത്, മാങ്ങ ഇങ്ങനെ കട്ടി കുറച്ചിങ്ങനെ നീളത്തില്ല അരിയുന്നത്. ഞങ്ങള് ചുമ്മാ മേടിച്ച് കവറിൽ മേടിച്ച് തിന്നാനിങ്ങനെ മിഠായി തിന്നുന്ന പോലെ.
ഇതിൻ്റെയൊക്കെ ഉപ്പ് നോക്കിക്കോണം. കാവേരി പൂന്തലേ എന്ന ഗാനത്തിന് വേണ്ടി ചേർത്തല പെരുമ്പളത്ത് നിന്ന് എവിടെ ചേട്ടി പറയാ ഇത് പിന്നെ അടച്ചിടാനോ അല്ലല്ല വെച്ചാ മതി പുറത്തോട്ട് അടച്ചിടണ അടച്ചിട്ടതാണ് ഞാൻ ചോറ് എടുക്കേണ്ടതാ. ഫോട്ടോ എടുത്തിട്ട് ഇത് വീഡിയോ മതിയല്ല ഇനി ഫോട്ടോയാ അനിറ്റ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കാം. ദൈവമേ കുഞ്ഞിയുടെ കണ്ടു കേട്ടോ. ഇല്ല കിട്ടും. ചിലപ്പോ വന്നാ കലക്കി തന്നാലോ. തിരിച്ചൻ കറിയൊന്നും കൊടുക്കുന്നില്ലേ? നിന്റെ കെട്ടിയാലും കറി കൊടുക്കുന്നില്ലേ? കെട്ടിയാൻ എടുക്കുന്നുണ്ട്, എല്ലാവർക്കും എടുക്കുന്നുണ്ട്. അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അച്ചോറ് അല്ല ഇവിടെ ഇറച്ചി വായിച്ചു ചോറും കൊണ്ട് നീക്കി വെച്ചേ